എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സി ഒക്കെ ഒന്ന് കെട്ടടങ്ങി എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയിൽ കുറേ വെട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ ആളുകൾക്കൊക്കെ ഭയങ്കര മനസമാധാനമായി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. കാരണം ഇന്നിപ്പോൾ കുറേ ചർച്ചകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. 24 വെട്ടിന് ശേഷം വളരെ സന്തുഷ്ടരായിട്ട് നടക്കുന്ന കുറേ പേരെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞത്. ഈവൻ ചാനലുകാരാണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളിലേക്ക് എമ്പുരാൻ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിഞ്ഞൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി എനിക്കിവിടെ പറയാനുള്ളത്, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ഡയറക്ടറെ ഭയങ്കരമായിട്ട് കടന്നാക്രമിച്ച ഒരു പാറ്റേൺ ഇവിടെ ഭയങ്കര വിസിബിളായിരുന്നു. ഓക്കെ, ഒരു സിനിമ ആരുതാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല പെർസ്പെക്റ്റീവ് ആവും. ചിലർ പറയും നടൻ്റെതാണ്, ചിലത് പറയും ഡയറക്ടറുതാണ്, ചിലത് പറയും റൈറ്ററുതാണ്, ചിലർ പറയും ഇറ്റ്സ് എ കംപ്ലീറ്റ് തിങ്, ഒരു എൻറ്റയർ ടീമിൻ്റെ എഫേർട്ടാണ്. ഓക്കെ, ഏത് പെർസ്പെക്റ്റീവിൽ ഇരുന്ന് സംസാരിക്കുന്ന ആളുകൾക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സിനിമ ഡ്രോപ്പായി കഴിഞ്ഞാൽ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ട് എന്നുള്ള കാര്യങ്ങളിൽ വലിയൊരു ചർച്ച വരുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയിലേക്ക് മാത്രം ഈ സാധനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഒരു പാറ്റേൺ ഇവിടെ നമ്മൾ കാണാറുണ്ട്. ദ സെയിം തിങ് ഹാപ്പൻ ഹിയർ. അത് ഇനീഷ്യേറ്റ് ചെയ്തത് പൃഥ്വിരാജിലേക്ക് ദ എൻറ്റയർ കോൺട്രവേഴ്സി റിലേറ്റഡ് എമ്പുരാൻ ഡൈവേർട്ട് ചെയ്ത് ഒരൊറ്റ ആളിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരാളിലേക്ക് അത് കൊണ്ടുപോയി എത്തിച്ച് ഈവൻ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരനടക്കം പുറത്ത് വന്ന് ചാനൽസിൽ അവർ ബാക്ക് ടു ബാക്ക് എല്ലാ ചാനലിലും ബൈറ്റ് കൊടുത്ത് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ എഴുതി ഒരമ്മ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇറങ്ങിയ ഒരു അവസ്ഥ വരെ വരാൻ കാരണം ഒന്ന്, ശ്രീജിത്ത് പണിക്കർ. ഓക്കെ, സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ശ്രീജിത്ത് പണിക്കറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, ആക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. ശ്രീജിത്ത് പണിക്കറിൻ്റെ പല പേഴ്സ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് വ്യൂസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഈസ് എ ഓക്കെ പേഴ്സൺ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എവിടെയോ ഒരു സംഘ് എലമെൻറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സുജയ പാർവതി, ദ നെക്സ്റ്റ് വൺ. സുജയ പാർവതിന് ഇതിനു മുമ്പും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുജയ പാർവതി റിപ്പോർട്ടറിൽ മീറ്റ് ദ എഡിറ്റേഴ്സിൽ കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട്. ഓക്കെ, ഇത് എങ്ങനെ പൃഥ്വിരാജിലേക്ക് എത്താം അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്നുള്ളൊരു സാധനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ എല്ലാ എഫേർട്സും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത ആൾ ശ്രീജിത്ത് പണിക്കരാണ്. നിങ്ങൾ ശ്രീജിത്ത് പണിക്കറിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ കഴിഞ്ഞ കുറേ ദിവസത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിസിബിളാണ്, ഭയങ്കര എവിഡൻ്റാണ്. അതിനൊരു കാര്യവും കാരണവും ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ. അത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം എന്താ നമുക്കറിയില്ല, കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ അതിൻ്റെ കോൺട്രവേഴ്സി വരുന്ന സമയത്ത് അതിൻ്റെ ക്രിയേറ്റർ എന്ന് ശ്രീജിത്ത് പണിക്കർ വിചാരിക്കുന്നത് അതിൻ്റെ ഡയറക്ടറാണ്. സോ ഡയറക്ടർ ഉത്തരം പറയണം എന്നുള്ളതായിരിക്കും ശ്രീജിത്ത് പണിക്കറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. സോ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ശ്രീജിത്ത് പണിക്കർ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് തിരിച്ച് ഒരൊറ്റ ചോദ്യം ശ്രീജിത്ത് പണിക്കരോട് ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഇന്നലെ വരെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നാണ് ലൈവായിട്ട് നടന്ന ചാനൽ ചർച്ചകളിൽ പറഞ്ഞത്. നിങ്ങളൊരു സാമൂഹ്യ നിരീക്ഷകനാണ്. സൊസൈറ്റിയിലൊരു പ്രശ്നം നടക്കുന്നു, ആ പ്രശ്നം ഒരു സിനിമയാണ്, ആ സിനിമയാണ് ആ പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും പറഞ്ഞുകൂടെ? ഇനിയല്ല, നിങ്ങൾക്ക് ആ സിനിമ കാണാതെ പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ സംസാരിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ സിനിമയ്ക്കകത്തുള്ള കോണ്ടൻറ്റിനെ കുറിച്ചിട്ടാണ് പുറത്ത് പ്രശ്നങ്ങൾ നടക്കുന്നത്, ചർച്ചകൾ നടക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് സിനിമ പോലും കാണാതെ ഇത്ര ദിവസം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും ബാക്കിയുള്ള ചാനൽ ചർച്ചകളിലും വന്നിരുന്നിട്ട് ഇത്രത്തോളം കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. സുജയ പാർവതി സിനിമ ഇറങ്ങിയ ദിവസം തന്നെ കണ്ടിട്ടില്ല. ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ആ ചാനലിൽ ആ സിനിമയെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റുകൾ വരുന്നു. ഓക്കെ, ഫസ്റ്റ് ഡേ കാണാൻ പറ്റില്ല, സെക്കൻഡ് ഡേ എങ്കിലും കാണണം, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി. ഞാൻ ഇതിന് മുമ്പ് ഒരു കോണ്ടൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അവരും സിനിമ കണ്ടിട്ടില്ല എന്നുള്ളത്. ഇനീഷ്യലി അവർ കണ്ടിട്ടില്ല, 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് സുജയ പാർവതിയും സിനിമ കാണുന്നത്. പക്ഷേ ചർച്ചകളിൽ വളരെ വലിയൊരു ഇൻവോൾവ്മെൻ്റ് എടുത്ത് വളരെ വലിയൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് സംഘപരിവാറിൻ്റേതായിട്ടുള്ള ഐഡിയാസ് പുറത്തു കൊണ്ടുവരാൻ സുജയ പാർവതി മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറുനാടനും ഇറങ്ങിയ ദിവസം സിനിമ കണ്ടിട്ടില്ല, 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മറുനാടനും സിനിമ കാണുന്നത്. ഇങ്ങനെ 3 ചാനൽ, മറുനാടിനെ കുറിച്ച് ഓൾറെഡി ഞാൻ സംസാരിച്ചതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനതൊരു റെലവൻറ്റ് കാര്യമായിട്ട് ഞാൻ വെക്കുന്നില്ല. ഓക്കെ, മറുനാടൻ ഇപ്പോൾ അടുത്തൊരു ടാസ്ക് പിടിച്ച് പോയിട്ടുണ്ട്. ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട
ക്രിസ്തീയ മതവിശ്വാസികളെയും കൂടി ഈ സിനിമേൻ്റെ എതിരെ വിടുക എന്നുള്ളൊരു ടാസ്ക് ഇന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. നാളേക്ക് 2-3 വീഡിയോ ഒക്കെ ആയിട്ടും ചില വാട്സാപ്പ് വോയിസ് ഒക്കെ ആയിട്ട് എന്താണെങ്കിലും മറുനാൾ വരുന്നതായിരിക്കും. ലെറ്റ്സ് സീ. ഞാനിവിടെ മോർ ഓഫ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശ്രീജിത്ത് പണിക്കറിലേക്കാണ്. ഓക്കെ, ശ്രീജിത്ത് പണിക്കറിൻ്റെ കുറേ ന്യൂസ് ഡിബേറ്റ്സ്, ശ്രീജിത്ത് പണിക്കറിൻ്റെ ഓൺ ചാനലിലിട്ട കുറേ വീഡിയോസൊക്കെ ഞാനിരുന്ന് കണ്ടു ഈ ഒരു ടോപ്പിക്കിൽ. ഓക്കെ, ഈ ഒരു എമ്പുരാൻ വിഷയത്തിൽ വളരെ എവിഡൻ്റായിട്ട് ആ വ്യക്തി ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ വ്യക്തി എന്തോ ഭയങ്കര വാശി പൃഥ്വിരാജ് സുകുമാരനോടുള്ളൂ. ആ ഒരു റേഞ്ച് നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഒരു എസ്കലേറ്റഡ് ഫേസ് ഉണ്ട്. പൃഥ്വിരാജ് സുകുമാരനിലേക്ക് മാത്രമാണ് ഈ കോൺട്രവേഴ്സി എത്തേണ്ടത്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് വീഡിയോ മുതൽ ലാസ്റ്റ് വീഡിയോ വരെ പോസ്റ്റ് ചെയ്തത് വളരെ എവിഡൻ്റായിട്ട് തെളിഞ്ഞു നിൽക്കുന്നൊരു കാര്യം. പക്ഷെ അപ്പോഴും ഞാൻ ഞെട്ടിപ്പോകുന്നത്, ഒരു സിനിമ കാണാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്? എനിക്കിതിൽ ഒരുപാട് സംശയങ്ങളും. പിന്നെ ഈ പറഞ്ഞ ഒരു സിനിമ കാണാത്ത ആൾ എങ്ങനെ ചർച്ച ചെയ്യും? ഒരു സിനിമ, ഇപ്പം ഞാൻ സിനിമ ഫസ്റ്റ് ഡേ ഷോ കാണുന്ന ഒരാളാണ്, എൻ്റെ അഭിപ്രായം പറയുന്ന ഒരാളാണ്. ആ സിനിമയെക്കുറിച്ചുള്ള എന്തൊരു കോൺട്രവേഴ്സിയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള എന്ത് കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സിനിമേൻ്റെ ബേസിക് കോണ്ടൻറ്റ്, അതിൻ്റെ നറേഷൻ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺ, എന്താണ് ആ സിനിമ ബേസിക്കലി എന്നുള്ളത് വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അതിൽ നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിലോട്ടൊരു പോസ്റ്റ് വെച്ചിട്ട് അതിൽ നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് വെക്കുന്നത്, ഈ ഒരു പാറ്റേണാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചാനലിൽ വെച്ചത്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ ചാനലിൽ പോയി വീഡിയോസ് കാണുന്നവർക്കറിയാം, ആരെങ്കിലും എഴുതിയിട്ട ഒരു പോസ്റ്റ് അദ്ദേഹം അതിൻ്റെ ഒരു അഭിപ്രായം അതിൽ പറയും. ഓക്കെ, അതൊരു സിനിമയുടെ മുകളിലുള്ള അഭിപ്രായം എന്നുള്ളത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പാറ്റേൺ അഡാപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം ചാനൽ ചർച്ചകളിൽ ചെന്നിട്ട് ഡിബേറ്റ് നടത്തുന്ന സമയത്ത് വളരെ എന്താ പറയുക, ഭയങ്കര അതോറിറ്റി, ഭയങ്കര എന്താ പറയുക, എനിക്കെല്ലാം അറിയാം സിനിമയെക്കുറിച്ച് എന്നുള്ള ഫീലിലാണ് ഈ വ്യക്തി പല കാര്യങ്ങളും സംസാരിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. ഇന്നലത്തെ ഏഷ്യാനെറ്റിലുള്ള ഡിബേറ്റിലും ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട്, ശ്രീജിത്ത് പണിക്കർ ഈ സിനിമ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരൊറ്റ പോയിന്റാണ് ശ്രീ വിനു. ഇതിൽ ശ്രീ പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് ഖേദപ്രകടനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ സിനിമ കണ്ട ആളുമല്ല. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, നിങ്ങൾ സിനിമ കണ്ട ആളല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മിനിമം ഞാൻ ഏറ്റവും കുറഞ്ഞൊരു കാര്യമാണ്, മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡിസ്കഷനൊന്നും വരരുതായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു പോസ്റ്റോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ സംസാരിക്കുക. സിനിമയിൽ നിങ്ങളെങ്ങനെ സിനിമയെക്കുറിച്ച് നിങ്ങളെങ്ങനെ സംസാരിക്കും? നിങ്ങൾ വീണ്ടും നിങ്ങളുടെ എല്ലാ പോസ്റ്റിലും പൃഥ്വിരാജ് സുകുമാരൻ വരണം, പൃഥ്വിരാജ് സുകുമാരൻ ഉത്തരം പറയണം, സിനിമ ഉണ്ടാക്കിയ ആൾ പൃഥ്വിരാജ് സുകുമാരനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പൃഥ്വിരാജ് സുകുമാരന് മാത്രമല്ല, ആ സിനിമേൻ്റെ മേക്കേഴ്സിന് മാത്രമല്ല, ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പിന്നെ ഏറ്റവും കൂടുതൽ പറ്റുന്ന ആളുകൾ ആ സിനിമ കണ്ട വ്യക്തികളാണ്. ഈ കണ്ട വ്യക്തികൾ സംസാരിക്കുമ്പോൾ കാണാത്ത നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പൃഥ്വിരാജ് സുകുമാരനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വിടുന്നത്? ഇദ്ദേഹം വെറുതെ പറഞ്ഞല്ല. ഞാൻ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ഞാൻ വെക്കുന്നുണ്ട് എമ്പുരാൻ വിവാദത്തിൽ. എല്ലാവർക്കും നമസ്കാരം. എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിനെ ചൊല്ലി വലിയ വിവാദവും ഉണ്ടായിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി, വളരെ ധൈര്യത്തോടുകൂടി ഒരു സിനിമ നിർമ്മിച്ച ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ അഭിനന്ദിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മറുഭാഗത്ത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഭരണപക്ഷത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സിനിമയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ വലിയ വിമർശനവും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ പേര് എടുത്ത് സിനിമയ്ക്ക് നേരെയാണ് പോകുന്നത്. ഓക്കെ, എഴുതി വെച്ച റൈറ്റർ മുരളി ഗോപിയാണ്. ഫൈൻ, ഡയറക്ടർ എക്സിക്യൂട്ട് ദ തിങ്സ് വാട്ട് റൈറ്റർ ഹാവ് ഗിവൺ. ഓക്കെ, അല്ലെങ്കിൽ അവരൊരു ഈവൻ നോട്ടിലെത്തിയതിന് ശേഷം ഡയറക്ടറും റൈറ്ററും കൂടി ഇരുന്നിട്ടാണ് ഒരു സിനിമ സ്ക്രീൻ പ്ലേ ബിൽഡ് ആവുന്നത്. നിങ്ങൾ അവിടെയും ഫോക്കസ് ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരൻ ഫ്രം ദ ഡേ വൺ. ഓക്കെ, ഇന്ന് ലാസ്റ്റ് ദിവസം ഞാനിപ്പോൾ കണ്ടത് ഇന്നലെ ഇട്ട പോസ്റ്റാണ്, പക്ഷേ ഞാൻ ഇന്ന് അത് കണ്ട പോസ്റ്റിൽ ഇദ്ദേഹം പറയുന്നത് കേട്ടോ,
അതിൻ്റെ സ്വമേധയാ തയ്യാറായി എന്നുള്ളത് ശ്രീ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്നത് ഇതിൻ്റെ പുതിയ സെൻസർഷിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: വോളണ്ടറി ഡിലീഷൻസ് ഓർ അഡിഷൻസ് മെയ്ഡ് ബൈ ദി ആപ്ലിക്കൻറ്റ് ആഫ്റ്റർ സർട്ടിഫിക്കേഷൻ. അതായത് ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം വോളണ്ടറി ആയിട്ടുള്ള അഡീഷൻസ് ഡിലീഷൻസ്, അതായത് ഈ നിർമ്മാതാക്കളുടെ സിനിമക്കാരുടെ ഭാഗത്ത് നിന്ന് സ്വമേധയാ ഉണ്ടായിരിക്കുന്ന അവരുടെ താല്പര്യത്തിലുണ്ടായിരിക്കുന്ന അഡീഷൻസ് ഡിലീഷൻസ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബാഹ്യസമ്മർദ്ദമെന്നോ അതല്ലെങ്കിൽ ഈ സിനിമ സെൻസർ ബോർഡ് ഇവരെ വിളിച്ച് ഈ രീതിയിലത്തേക്കുള്ള മാറ്റങ്ങളൊക്കെ തന്നെ വരുത്താനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല. അതുകൊണ്ട് തന്നെ സ്വമേധയാ അവർ ഈ ഒരു എഡിറ്റ് നടത്തിയിരിക്കുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഭീഷണിയൊക്കെ തന്നെ, രാഷ്ട്രീയമായിട്ടുള്ള ഭീഷണിയൊക്കെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്കുള്ള നറേറ്റീവുകൾ സൃഷ്ടിച്ചിരുന്ന ആൾക്കാർ ഇന്ന് ദുഃഖത്തിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പങ്കെടുത്തിരുന്ന ചർച്ചകളിൽ ഉൾപ്പെടെ ആ രീതിയിലത്തേക്കുള്ള നറേറ്റീവൊക്കെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ ശ്രമിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് എൻ്റെ ആദരാഞ്ജലികൾ. നിങ്ങൾക്ക് ഈ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നവർ മോസ്റ്റ്ലി എല്ലാവരും സിനിമ കണ്ടിട്ട് വന്നവരായിരിക്കും. മനസ്സിലായോ? ഈ ചാനലിൽ നിന്നൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സായി സിനിമ കണ്ടല്ലേ? ഓക്കെ, അങ്ങനെ ഒരു മിനിമം ചോദ്യം ഒരു ചാനൽ നിങ്ങളോട് ചോദിച്ചില്ലേ? എന്ത് ക്രെഡിബിലിറ്റിയാണ് ചാനലുകൾക്ക് ഇവിടെ ഉള്ളത്? ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, അതിൻ്റെ കോണ്ടൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ വ്യക്തി ഇതിൻ്റെ സെൻസറിങ്ങിൻ്റെയും 24 വെട്ടിനെ കുറിച്ചും ഈ സിനിമയുടെ മുമ്പേ ഉണ്ടായിരുന്ന ഈ സിനിമയ്ക്കകത്തുള്ള കോണ്ടൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കണം. ഈ വ്യക്തി സിനിമ എവിടെയാണ് കണ്ടത്? എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ശ്രീജിത്ത് പണിക്കർ ഇന്നലെ വരെ കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പ്ലേ ചെയ്തു. അദ്ദേഹം തന്നെ അത് പറഞ്ഞതാണ്, ഓപ്പൺലി ലൈവിൽ പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്തൊരു വ്യക്തി ഇത്ര എന്താ പറയുക, ഭയങ്കര ഒരു സ്ഥാപിക്കുകയാണ്. ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ശരികൾ നിങ്ങളും കൂടി എടുക്കണം എന്നുള്ള വളരെ ആ ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കാണാത്തൊരു സിനിമയെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരു സിനിമ കാണാതെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചില കാര്യങ്ങൾ, അതായത് ചിലരുടെ പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് ആ പോസ്റ്റിനെ കുറിച്ച് പറയുന്നത്, സിനിമയെക്കുറിച്ച് ഇട്ട ആളുകളുടെ പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് അതിനൊരു പേഴ്സ്പെക്റ്റീവ് പറയുന്നത് പിന്നെയും ഓക്കെ ഫൈനാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരി അതിന് മുകളിൽ കയറി സിനിമയുടെ കോണ്ടൻറ്റ്, അത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ, സിനിമ ഇറങ്ങി ഇത്ര ദിവസമായി ഇന്നലെ വരെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ എല്ലാ ചാനൽ ചർച്ചയിലും നിങ്ങൾ ആക്റ്റീവാണ്. എല്ലാ ചാനൽ ചർച്ചയിലും ലിറ്ററലി നിങ്ങൾ ആക്റ്റീവാണ്. സോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് കിട്ടുന്നത് സിനിമയെക്കുറിച്ച്? എൻ്റെ ഡൗട്ടാണിത് പേഴ്സണലി. ഇനി ഇവിടെ ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നേരത്തെ തന്നെ പറയുന്നതാണ്. അതായത് തൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ എഡിറ്റ്സ് വരുത്തിയിരിക്കുന്നത്, എന്തൊക്കെ എഡിറ്റ്സ് നടത്തണം എന്ന തീരുമാനം എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ആ ഓരോ എഡിറ്റിനും പിന്നിലുണ്ടായിരുന്ന താല്പര്യം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പ്രേക്ഷകരോട് വിശദീകരിക്കേണ്ടത് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ആൻ്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് എന്ന നിലയ്ക്ക് കൂടുതലായിട്ടൊന്നും തന്നെ വിശദീകരിച്ചിട്ടില്ല. കൂടുതൽ വിശദീകരണം ഇതിലാദ്യം തന്നെ ഖേദപ്രകടനം നടത്തിയ നടൻ ശ്രീ മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകേണ്ടത് ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ശ്രീ പൃഥ്വിരാജ് സിനിമാ സംബന്ധിയായിട്ടുള്ള, അതല്ലാതെ രാഷ്ട്രീയ സംബന്ധിയായിട്ടുള്ള പൊതുകാര്യങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയുന്നയാളാണ് എന്ന്. എന്നാൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര വിവാദമുണ്ടായ ശേഷവും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രോഡക്റ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉടനടി പ്രതികരിക്കുന്ന ഒരാൾ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷന് ഈ രീതിയിലത്തേക്കുള്ള സമീപനം എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റെലവൻ്റ് ആകുന്ന ഒരു കാര്യം, ഈ സിനിമ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്നും ഈ സിനിമ നിങ്ങൾ വന്ന് കാണണമെന്നും വിജയിപ്പിക്കണമെന്നും ഒക്കെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പൃഥ്വിരാജാണ് ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്ത്, ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്ത് പ്രേക്ഷകരോട് നേരിട്ട് അപേക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വന്ന് സിനിമ കാണൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ടാകുമ്പോൾ, ആ സിനിമയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളുണ്ടാകുമ്പോൾ, ആ സിനിമയിൽ നിർമ്മാതാക്കൾക്ക് തന്നെ ഒരു മാറ്റം വരുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദീകരണം നൽകാനുള്ള ധാർമ്മികമായിട്ടുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട് എന്നത് മറക്കാതിരിക്കണം. വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സോഷ്യലി റെലവൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ എന്താണോ ദ കോർ, ഇവിടെ സിനിമയാണ് ദ കോർ. ആ കോറായിട്ടുള്ള സിനിമ പോലും കാണാതെ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് 24/7 എല്ലാ സാറ്റലൈറ്റ് ചാനൽ, ന്യൂസ് ചാനലിൻ്റെ ഉള്ളിലും ഡിബേറ്റിൽ വന്നിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ആക്ച്വലി നിങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് അതാ. സിനിമ കാണാത്ത ഒരാൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും?
സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ പറഞ്ഞ രാഷ്ട്രീയം എന്താണെന്ന് അറിയണ്ടേ? സിനിമയിൽ 100 ചോദ്യം പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട്. പൃഥ്വിരാജ് ആ സിനിമ ഉണ്ടാക്കിയ വ്യക്തി എന്നുള്ളത് തന്നെ ആണ് വ്യക്തി. ഓക്കെ, അതാണ് ശ്രീജിത്ത് പണിക്കറിൻ്റെ പേഴ്സ്പെക്റ്റീവ്, അതാണ് അയാളുടെ സ്റ്റാൻഡ്. ആ വ്യക്തി അത് ഉണ്ടാക്കിയ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ വ്യക്തിയോട് ഒരു ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ആ സിനിമ കണ്ടിട്ട് വേണ്ടേ ചോദിക്കാൻ. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ടിട്ടാണ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇത്ര ഒരു ഇതിൽ ഫീൽ ആവില്ല. കാരണം ഇത് കാണാത്ത ഒരാൾ എങ്ങനെയാണ് ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരൊറ്റ പോയിന്റാണ് ശ്രീ വിനു. ഇതിൽ ശ്രീ പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് ഖേദപ്രകടനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ സിനിമ കണ്ട ആളുമല്ല. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, സിനിമ കണ്ട ആളുമല്ല, വെരി ക്ലിയർ, സിനിമ കണ്ട ആളല്ല. സിനിമ കാണാത്ത ആളാണ് ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളും സംസാരിച്ച് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാം. ഫൈൻ. അല്ല, സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ മേക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ പോലെയുള്ള ആൾക്കാർ വന്ന് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അതിൽ സമ്മർദ്ദം ഉണ്ടാകുന്നില്ല എന്നവർ പറയുന്നത് സത്യമല്ല എന്ന് നമുക്കറിയാം. സമ്മർദ്ദം ഉണ്ടാകുന്നത് ഇപ്പോൾ ഭീഷണി സ്വരത്തിൽ വന്നെങ്കിൽ മാത്രമേ അതിലൊരു പ്രശ്നമുള്ളൂ. മറിച്ച് സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായി സിനിമ കണ്ടിരിക്കുന്ന, സിനിമയുടെ തീമിനെ പറ്റി അറിയുന്ന ആൾക്കാർ വിമർശനാത്മകമായി അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാൻ സിനിമക്കാരും ബാധ്യസ്ഥരാണ്. അതല്ലാതെ ഇത് വൺ വേ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് സിനിമ കാണാനായിട്ട് നിങ്ങൾ എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിന്റെ സംവിധായകനും മറ്റുള്ള ആൾക്കാരും ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്ത്, ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്ത് അവർ നിങ്ങൾ വരൂ ഈ സിനിമ കാണൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇൻവൈറ്റ് കിട്ടിയതിന് ശേഷം സിനിമ പോയി കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇൻവൈറ്റ് ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെ മുന്നിലും അവർ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിലും വന്നിട്ടുണ്ടാവും. നിങ്ങളത് കണ്ടിട്ടില്ല. കാണാതിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ താല്പര്യം. പക്ഷെ പബ്ലിക് സ്പേസിൽ വന്നിരുന്നിട്ട് കാണാത്തൊരു വസ്തുവിനെ കുറിച്ചിട്ട്, ഇപ്പോൾ ഒരാൾ ദുബായിൽ പോയിട്ടില്ല, ഓക്കെ, ദുബായിലുള്ള ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അയാൾക്ക് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടത് മാത്രമേ അറിയുള്ളൂ. ഫൈൻ, അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. അറ്റ്ലീസ്റ്റ് അത് കാണണം. ഇപ്പോൾ ദുബായിലൊരു സ്ഥലത്ത് ഒരു പൈപ്പിലൂടെ വെള്ളം പോകുന്നു, ഓക്കെ, ഇങ്ങനെ പൈപ്പിലൂടെ വെള്ളം ഒഴുകി പോകുന്നു. ആ ഒഴുകി പോകുന്ന പാറ്റേൺ ഒരു ഭയങ്കര ഭംഗിയുള്ളതാണ്. അതിനെക്കുറിച്ച് ഭയങ്കര ചർച്ച, ലോകം ഞെട്ടി നിൽക്കുകയാണ് അതെങ്ങനെയാണ് അങ്ങനെ പോകുന്നത് എന്നുള്ളത്. അത് കാണണം. ഒന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി കാണണം, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പങ്കുവെക്കുന്ന വീഡിയോയിലൂടെ അത് കാണണം. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ റിലീസായിട്ട് അറിയാലോ. ലീക്ക്ഡ് കോപ്പീസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ലീക്കായിട്ടുണ്ട്. വിവാദം ഉള്ള കുറേ പോർഷൻസൊക്കെ കട്ട് ചെയ്തിട്ട് പലരും പല ഗ്രൂപ്പുകളിലും, എസ്പെഷ്യലി സംഘപരിവാർ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ടാവും. ഇനി ഈ മനുഷ്യൻ അങ്ങനെ വല്ലതും കണ്ടതാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയല്ലേ അത്. നിങ്ങളൊരു റെസ്പോൺസിബിൾ പേഴ്സണാണ്. ഇപ്പം ഞാനൊക്കെ ന്യൂസിലൊക്കെ കയറിയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ലയിടത്തും സംസാരിക്കുമ്പോഴോ സായി കൃഷ്ണൻ സീക്രട്ട് ഏജൻറ്റ്, ഓക്കെ, അതൊരു യൂട്യൂബർ, ഒരു മൂവി റിവ്യൂവർ, ഇത്രേ കൊടുക്കും അല്ലെങ്കിൽ ഇത്രേ കൊടുക്കാൻ പറ്റും. നിങ്ങൾ സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ള ടാഗിനകത്ത് നിന്നിട്ട് സൊസൈറ്റിയിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവ്രിതിങ്, ഓക്കെ, ഈച്ച് ആൻഡ് എവ്രിതിങ്ങിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത്രയും മേജർ ഒരു വലിയൊരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ, ഒരു വലിയൊരു ടോപ്പിക്ക് നടക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ആ സിനിമ കണ്ടില്ല എന്നുള്ള ഫാക്ടർ എനിക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല മിസ്റ്റർ ശ്രീജിത്ത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നു, അവരൊരു വിമർശനം പറയുന്നു, അതൊരു വലിയ സമ്മർദ്ദമായിട്ട് അവരുടെ മേലുണ്ടാകുന്നു. തന്നെയുമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബാലൻസ്, നേരത്തെ പറഞ്ഞതുപോലെ ഗോത്ര ഇൻസിഡന്റ് അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടുന്നത് ഈ രണ്ട് സാധനം, ഞാൻ ഉപയോഗിച്ച വാക്ക് ബാലൻസ് എന്നാണ്, അല്ലാതെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മളൊരു ആദ്യത്തെ അരമണിക്കൂറിൽ ബഹുഭൂരിപക്ഷം ഒരു വയലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് കാണിക്കുന്നത് എങ്കിൽ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാമത്തെ ഇൻസിഡന്റ് ആണോ അതോ രണ്ടാമത്തെ ഇൻസിഡന്റ് ആണോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹെവിലി ടിൽറ്റഡ് ടു രണ്ടാമത്തെ ഇൻസിഡന്റ്. അവിടെയാണ് ഞാൻ കണ്ട പ്രശ്നം, അവിടെയാണ് ഞാൻ അതിൽ കാണുന്ന പ്രശ്നം. അതായത് നിങ്ങളിത് ബാലൻസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് എങ്കിൽ പിന്നീട് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും റിവെഞ്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കഥാപാത്രം ഉണ്ടാകുന്നു, അതെല്ലാം പൂർണ്ണമായി ഫിക്ഷനാണ്.
ആ ഫിക്ഷനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുമുണ്ട്. പക്ഷേ ചരിത്രപരമായിട്ടൊരു കാര്യത്തിനെ കാണിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ വാര്യംകുന്നന്റെ ഉദാഹരണം പറഞ്ഞത്, ചരിത്രപരമായിട്ട് നമ്മളതിനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ അതിനോട് നീതി പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ നീതി പുലർത്തുന്ന സാഹചര്യങ്ങളല്ലാതെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഈക്വൽ വയലൻസ് നിങ്ങൾക്ക് കാണിക്കാമല്ലോ. ഇപ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവത്തിനെ അതിൻ്റെതായ രീതിയിൽ കാണിക്കുകയും അല്ലാതെ ടൈറ്റിൽ പോകുന്ന സമയത്തോ ഏതെങ്കിലും പത്ര കട്ടിങ്ങുകളോ കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് എത്ര ആംപ്ലിഫൈഡ് ആയിട്ടാണോ അതിന് പറ്റുന്ന രീതിയിലത്തേക്ക് അത് കാണിക്കാം. അതല്ല എങ്കിൽ അത് വൺ ഡയറക്ഷണലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ആരെയെങ്കിലും ഒബ്ജക്ടിഫൈ ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിനെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനെ നമ്മൾ ആ രീതിയിലത്തേക്ക് വില്ലനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നത്. ഈ സിനിമ കണ്ടൊരു വ്യക്തിയെ പോലെ അല്ലേ ഇദ്ദേഹം സംസാരിക്കുന്നത്. ടൈറ്റിൽ കാർഡ് കാണുമ്പോൾ അതിങ്ങനെ എഴുതി പോകുമ്പോൾ അല്ലെങ്കിൽ അത് കാണിച്ചിട്ട് പോകുമ്പോൾ അതിനകത്ത് പത്ര കട്ടിങ്ങുകൾ വെക്കുന്നത് സിനിമ കാണാത്ത ഒരാൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? വേറൊരാൾ പറഞ്ഞു കൊടുത്തതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാളോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം എങ്ങനെ ആ സിനിമയെ വിലയിരുത്താൻ പറ്റും? ഇതിലൊരു ബാലൻസ് ഇല്ല എന്നുള്ളത് ഹിസ്റ്റോറിക്കലി നടന്നൊരു സംഭവം. ആ സംഭവം ഇറ്റ്സെൽഫ് അതിനൊരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. ഓക്കെ, ആളുകൾ പല തട്ടിലാണ്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സംഭവം എടുത്തു വെച്ച പൃഥ്വിരാജ് അതേപോലെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുടെ സ്പേസിലാണ് ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് ഇൻസിഡൻറ്റ് ആൻഡ് സെക്കൻഡ് ഇൻസിഡൻറ്റ്, ഫസ്റ്റ് ഇൻസിഡൻറ്റ് ട്രെയിനിൻ്റെ, സെക്കൻഡ് ഇൻസിഡൻറ്റ് കൂട്ടക്കൊല. ഇത് രണ്ടും രണ്ട് രീതിയിൽ കാണിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാവിറ്റി കുറച്ച് കാണിച്ചു, സെക്കൻഡിൻ്റെ ഗ്രാവിറ്റിയും കൂട്ടി അതിലുള്ളവരെ വില്ലനും ആക്കി എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് പറയുകയാണ് സിനിമ കണ്ട പോലെ. മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവ്ലി ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നാണ് അപ്പുറത്തെ ഏഷ്യാനെറ്റിൽ എന്ന് പറയുന്നത്. കാണാത്ത നിങ്ങളെ ഇങ്ങനെ വേറൊരാളുടെ ഒരാൾ സിനിമ കണ്ടിട്ട് അയാളുടെ അഭിപ്രായത്തിലാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അതോ ഇനി സംഘപരിവാറിൻ്റെ സംസാരം കേട്ടിട്ട് വന്നിരുന്നിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? രണ്ട് തട്ടിലാണല്ലോ ആളുകൾ അല്ലേ? സംഘപരിവാറുകാർ ഈ സിനിമയെ മൊത്തത്തിൽ പ്രത്യക്ഷത്തിലല്ല, അതായത് വന്നിട്ട് അനൗൺസ് ചെയ്തിട്ടല്ലെങ്കിൽ പോലും അവരൊരു ബാൻ രീതിക്കാണ് കാര്യങ്ങൾ ആദ്യം കൊണ്ടുപോയിട്ടുള്ളത്. അതിപ്പോഴത്തെ ഫാസിസത്തിന് പുതിയൊരു ഫേസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എണ്ണ ഇട്ട് തിരിച്ചു വെച്ച പോലെയാണ് ഇപ്പോഴത്തെ ഫാസിസം. നടപ്പിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പഴയ പോലെ ഒരു നേതാവ് വന്ന് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ഫാക്ടേഴ്സ് ഒന്നിച്ചു കൂടിയിട്ട് പ്രഷർ ഇട്ട് കൊടുക്കും. ആ പ്രഷറിൽ നിന്ന് വെന്ത് 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 ലാസ്റ്റ് ഒരു കോംപ്രമൈസിലേക്ക് ആരുടെ മുകളിലാണോ പ്രഷർ വരുന്നത് അവരെത്തും. ഓക്കെ, നിങ്ങൾ ഇതിന് മുമ്പ് ഞാൻ പ്ലേ ചെയ്ത വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ മേക്കേഴ്സ് സ്വയമേവ അവർ തീരുമാനിച്ചാണ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് ഇത്ര കാലം ഒരു പ്രഷർ വന്നു അല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നവർക്ക് ആദരാഞ്ജലി. നിങ്ങൾ ആളുകളെ മണ്ടനാക്കരുത്, മനസ്സിലായോ? നാട്ടുകാരത്ര പൊട്ടന്മാരല്ല, നിങ്ങളൊരു ബുദ്ധിജീവിയും നാട്ടുകാരത്ര മണ്ടന്മാരൊന്നുമല്ല. സിനിമ ടീമിൻ്റെ മുകളിൽ എത്രത്തോളം പ്രഷർ വരുന്നുണ്ട്, ആ പ്രഷറിലേക്ക് നിങ്ങളടക്കമുള്ളവരുടെ എക്സ്ട്രാ ഉപ്പ് തേക്കലും മുളക് തേക്കലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരു സൈഡിൽ നിന്ന് പൃഥ്വിരാജിനെ മാത്രം ഒരു കൂട്ടർ ടാർഗറ്റ് ചെയ്യുന്നു, ഒരു സൈഡിൽ നിന്ന് സിനിമയെ കംപ്ലീറ്റ്ലി ടാർഗറ്റ് ചെയ്യുന്നു, ഒരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് ഒന്നുമല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ഗോകുലും ഗോപാലിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പോകുന്നൊരു ഇൻസിഡൻറ്റ് ദ എൻറ്റയർ ടീം പ്രഷറിലായില്ലേ? ഭീഷണിയൊന്നും പെടുത്തേണ്ട സാർ, ഒരാൾ വന്നിട്ട് ഇങ്ങനെ നേരിട്ടിട്ട് ചെയ്തേ പറ്റൂ, ആവശ്യമില്ല. ഈ സിസ്റ്റം ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ ഫാസിസ്റ്റ് ഫേസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് തിരിച്ചറിയാൻ മലയാളികളെ കൊണ്ട് പറ്റും സാർ. നിങ്ങൾ ഈ വന്നിരുന്ന് ഈ സിനിമയ്ക്കകത്തുള്ള ഫസ്റ്റ് ഇൻസിഡൻറ്റ്, സെക്കൻഡ് ഇൻസിഡൻറ്റ്, ഫസ്റ്റ് ഇൻസിഡൻറ്റിലെ ട്രെയിൻ, അതിനകത്തുള്ള പേപ്പർ കട്ടിങ്, ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങളെന്താ ടെലിഗ്രാമിൽ നിന്ന് എങ്ങാണ്ട് പടം കണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ഇത്ര ക്ലാരിറ്റിയിൽ പടം കാണാത്ത ഒരാൾ എങ്ങനെ വന്നിരുന്ന് പറയുന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴും ഞാൻ ആ ഞെട്ടൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ഇത് മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ കണ്ടതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുണ്ടായിരിക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് സിനിമക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ എഡിറ്റിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഭീഷണി ഉണ്ടാവില്ല. ഇപ്പോൾ സമ്മർദ്ദം കിട്ടിയതിന് ശേഷം അവർക്ക് അത് തെറ്റാണെന്ന് തോന്നി അവർ തിരുത്തുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷേ നമുക്കിതിനെ ഒരു സംഘപരിവാർ ഭീകരത എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഒരു ഭീഷണി ഉണ്ട് എങ്കിലാണ്. പക്ഷെ ഭീഷണി ഉണ്ടെന്ന് അവർ പറയുന്നില്ല. അവർ സ്വമേധയാ ഇത് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വിമർശനം ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ട്, ഇത് ശരിയല്ല എന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്.
എന്ന് കരുതി അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ തന്നെ പറയുന്നത്. ശ്രീജിത്ത് പണിക്കർ ഈ സിനിമ ഒന്ന് കാണും. അതിനകത്ത് മഞ്ജു വാര്യർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലായോ? അതിനുശേഷം കുറേ ടീം കാറിൽ വരുന്നുണ്ട്. മഞ്ജു വാര്യർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ്റെ ക്യാരക്ടർ ആദ്യമേ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഈ ഫാസിസ്റ്റ് ഫേസിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പടം കാണാത്തതുകൊണ്ട് അതങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ എക്സ്പോസ്ഡ് ആയത്. പടം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് തലയ്ക്കകത്ത് താമസമുള്ളവന് കാര്യങ്ങൾ മനസ്സിലാവും. അതോ ഇനി ഇതൊക്കെ ഒരു വിഷയമല്ല, നമ്മളെ സംഘമാണ്, നമ്മളെ ടീമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. കാരണം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടത് അതിൻ്റെ സംവിധായകനാണ്. അപ്പോൾ ഈ സിനിമ പ്രദർശനത്തിന് എത്തുന്ന സമയത്ത് ആദ്യ ഷോ കഴിയുമ്പോൾ മുതലുണ്ടായിരുന്ന വ്യാഖ്യാനം, ഇന്ന് സംഘപരിവാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് സംഘപരിവാറിന്റെ വർഗീയതയെക്കുറിച്ച്, അവർ കാണിച്ചിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള കലാപങ്ങളെക്കുറിച്ച്, ക്രൂരതയെക്കുറിച്ച് വലിയ ധൈര്യശാലിയായിട്ട് ഇവിടെ ഒരു ആൺകുട്ടി, ഒരു ചുണക്കുട്ടി സംവിധായകൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുവെന്നാണ്. പക്ഷെ അതിനുശേഷം ഈ സംവിധായകൻ പിന്നീട് സിനിമയുടെ പ്രൊമോഷൻ അല്ലാതെ മറ്റൊരു കാര്യത്തിനെ പറ്റിയും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു, കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ സംവിധായകന്റെ മാതാവും പ്രധാന നടന്റെ സുഹൃത്തും, ഈ രണ്ടാൾക്കാരും തമ്മിൽ ഒരേ കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ട് പിന്നീട്, അതായത് ഈ സിനിമയുടെ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്ചേഞ്ച് ഒക്കെ തന്നെ ഉണ്ടാകുന്നു. പക്ഷെ ആ സമയത്ത് പോലും ഒരു സിനിമയെ പറ്റി ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടുന്നയാൾ അതിന്റെ സംവിധായകനാണ് എന്ന രീതിയിലത്തേക്കുള്ള ചുമതല ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ നിർവഹിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. പൃഥ്വിരാജ് സുകുമാരനെ ഇയാൾ കടന്നാക്രമിക്കുന്നതിൻ്റെ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. ചുമതല പൃഥ്വിരാജ് സുകുമാരനുണ്ടാവും. അത് അയാൾക്ക് കറക്റ്റ് ടൈം എപ്പോഴാണ് തോന്നുമ്പോൾ അയാൾ ചെയ്തോളും. ഇവിടെ നിങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ പടം കാണും. ഓക്കെ, ഇന്ന് കണ്ടോന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇന്നലെ വരെ നിങ്ങൾ കണ്ടിട്ടില്ല. കാണാതെയാണ് ഈ നാട്ടുകാരുടെ മുന്നിൽ ഇരുന്നിട്ട് ഈ വായ്ത്താളം ഫുള്ള് വിട്ടത്. ഓക്കെ, വളരെ ആധികാരികമായിട്ട് സിനിമ, അതിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ നിങ്ങൾ ഹിസ്റ്ററി പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാകുന്ന സിനാരിയോ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സംസാരിച്ചത് വെച്ചിട്ടും നിങ്ങൾ സംസാരിച്ചു. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നവരെ വേറൊരാളുടെ കോണ്ടൻറ്റ് എടുത്തു കൊണ്ടുവന്നു നിങ്ങൾ സംസാരിച്ചു. അത് നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങളുടെ പേജിൽ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ന്യൂസ് ചാനലിലെ ചർച്ചകളിൽ പോയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് പറയുകയാണ്. ഓക്കെ, ഓപ്പോസിറ്റുള്ള ആളുകളൊന്നും ഇത് ശ്രദ്ധിച്ചില്ലേന്ന് എനിക്ക് അറിയില്ല. ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, സിനിമ കണ്ടിട്ടാണോ സംസാരിക്കുന്നത്? സിനിമ കാണാത്തൊരു വ്യക്തിയോട് ഞാൻ എന്തൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കണം? സിമ്പിളാണ് കാര്യം. ആ സിനിമയ്ക്കകത്താണ് അതിൻ്റെ കോണ്ടൻറ്റ് ഇരിക്കുന്നത്. അത് കാണാതെ വന്നിരുന്നിട്ട് ഈ സംസാരിച്ച മനുഷ്യൻ്റെ മുന്നിൽ പോയി പെട്ടവരൊക്കെ കുറേ പേർക്ക് എന്ത് പറയാനടേ. ഇനി അടുത്തത് സുജയ പാർവതിയുടെ സീൻ. സുജയ പാർവതി ആണെങ്കിലും ശ്രീജിത്ത് പണിക്കരാണെങ്കിലും ഇവർക്കൊക്കെ ആരൊക്കെയോ കുറേ നറേറ്റീവ് കൊടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ സിനിമ പോലും കാണാതെ വന്നിരുന്നിട്ട് ഇങ്ങനെ പൃഥ്വിരാജിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർ ബാലൻസ് ചെയ്തില്ല എന്ന് പറയുന്നു. ഒരു ഇൻസിഡൻറ്റിനെ മാത്രം ഹാഫ് കാണിച്ചു, മറ്റേ ഇൻസിഡൻറ്റിനെ എസ്കലേറ്റ് ചെയ്ത് കാണിച്ചു, എന്നിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് വില്ലന്മാരെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംഘപരിവാർ നറേറ്റീവിൻ്റെ പോളിഷ്ഡ് ഫേസ് കേട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവാത്ത രീതിയിൽ നല്ല മിനുക്കി പോളിഷ് ചെയ്തത് കൃത്യമായി ടാർഗറ്റ് ചെയ്യേണ്ടടുത്ത് വെച്ച് ടാർഗറ്റ് ചെയ്ത് ഉന്നം വെച്ച് കൊള്ളിച്ച പരിപാടി കാണിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ സോഴ്സ് എവിടുന്ന, ആരാണ് ഇവരെ ഫീഡ് ചെയ്തത്? അവിടെയാണ് എനിക്ക് സുജയ പാർവതി അടക്കമുള്ളവർ. ഇപ്പോൾ സുജയ പാർവതി പിന്നെ ഓബിയസ്ലി അവരുടെ രാഷ്ട്രീയം പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. സുജയ പാർവതി ഡേറ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. സുജയ പാർവതി 29 മാർച്ച് 2025 പറഞ്ഞൊരു കാര്യമാണ്. ഒരു സെൻസർ ബോർഡിന് മുന്നിലേക്ക് ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയുടെ എല്ലാ കാര്യങ്ങളും, അതിന് UA കൊടുക്കണോ A കൊടുക്കണോ എന്നത് മാത്രമല്ലല്ലോ സെൻസർ ബോർഡ് നിശ്ചയിക്കേണ്ടത്. അതിലെ ഓരോ സീനും അത് സമൂഹത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുമോ, സമൂഹത്തിൽ ആരെങ്കിലും ഹർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, വയലൻസ് അത് ഒരു പരിധിയിൽ കൂടുതലുണ്ടോ, അക്കാര്യങ്ങളെല്ലാം നോക്കാനാണല്ലോ സെൻസർ ബോർഡ്. എന്നിട്ടും എന്തുകൊണ്ട് ആകെ 10-15 സെക്കൻഡ് മാത്രമാണ് സെൻസർ ബോർഡിൻ്റെ ആ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിലാകെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് 20 സെക്കൻഡിൽ താഴെ മാത്രമാണ്. അവിടെയാണ് 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത്. എപ്പോഴാണ്
വലിയ സൂപ്പർ ഹിറ്റായി, കോടികൾ വാരി, 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം, 17 വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ടാം എന്ന് പറഞ്ഞതല്ല, വെട്ടാൻ പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഞാൻ വിത്ത് ക്ലിയർ സോഴ്സിൽ നിന്നാണ് പറയുന്നത്. വേണമെങ്കിൽ പൃഥ്വിരാജിന് ഖണ്ഡിക്കാം. പൃഥ്വിരാജ് തന്നെ ഇക്കാര്യത്തിൽ വെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ല ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് താങ്കൾക്ക് കിട്ടിയ സോഴ്സാണെന്ന് പറഞ്ഞാൽ സോഴ്സ് പറയണം. എന്റെ സോഴ്സാണ്, എന്റെ സോഴ്സാണ്. പൃഥ്വിരാജ് ആകണം എന്റെ സോഴ്സ് എന്ന്. വാർത്തയിൽ പോലും നിർമ്മാതാക്കളുടെ സമ്മർദ്ദം കൊടുത്ത വാർത്തയുടെ സോഴ്സിനേക്കാൾ സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ താങ്കൾ ഈ വിഷയത്തിൽ? ഒരു സോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ സോഴ്സിലാണ് എനിക്ക് സംശയം. സുജയ പാർവതിൻ്റെ സോഴ്സിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. അതായത് സിനിമയുടെ പ്രൊഡക്ഷൻ ടീം അടക്കം ഈ വെട്ടിനെ കുറിച്ച്, റീസെൻസറിങ്ങിനെ കുറിച്ച് എത്ര പോർഷൻസ് റീസെൻസർ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ വെട്ടിക്കളയണം എന്നുള്ളത് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ 17 എന്നുള്ളൊരു കണക്കൊക്കെ സുജയ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങളാണോ, നിങ്ങൾക്ക് കിട്ടിയ സോഴ്സാണോ വെട്ടിൻ്റെ എണ്ണവും വെട്ടേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തത്? ഭീഷണിയുടെ സ്വരമില്ല, സ്വമേധയെ അവർ വെട്ടിയതാ. പക്ഷെ വെട്ടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ 17 വെട്ടുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങളുടെ ഇടയിലുണ്ട്. ഐ മീൻ നിങ്ങൾ. ഓക്കെ, സുജയ പാർവതിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ അത് മനസ്സിലായി കാണും. ഇനി ഇത് വെട്ടിയതിന് ശേഷം 30 മാർച്ചിൽ സുജയ പാർവതി വന്നിരുന്ന് പറഞ്ഞത് കേട്ടോ. ഖേദം സമ്മർദ്ദത്തിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അണിയറ പ്രവർത്തകരാകെ ഈ ഖേദപ്രകടനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. മാത്രമല്ല 17 എഡിറ്റ് അതിൽ വരുത്താൻ പോകുന്നു എന്ന കാര്യവും ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇതേ സമയം 24 മണിക്കൂറിനുള്ളിൽ ആ തീരുമാനം വന്നിരിക്കുന്നു. മാത്രമല്ല മോഹൻലാൽ ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്യുന്ന പൃഥ്വിരാജിനെയും ആന്റണി പെരുമ്പാവൂരിനെയും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ഇക്കാര്യം പറയുകയും ചെയ്തത്. പക്ഷേ കൃത്യമായ സോഴ്സ്, അതായത് ഇന്നലെ പറഞ്ഞ കാര്യം അതിൻ്റെ ക്രെഡിറ്റ് 37 എടുക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ സോഴ്സ് ചോദിച്ചു, ഇപ്പം എങ്ങനെ ഉണ്ട്, അപ്പോൾ അത് കൺഫേം ആയില്ലേ? ഞാനേട്ടൻ വന്ന് പോസ്റ്റ് ഇട്ട്, പൃഥ്വിരാജ് ഷെയർ ചെയ്തു, എല്ലാവരും നല്ല കയ്യും കൂപ്പിയിരിക്കുകയാണ്, വെട്ടാനും പോവുകയാണ്. ഈ സോഴ്സ് നിങ്ങളുടെ ഏതാ? ഓക്കെ, നിങ്ങളൊരു ന്യൂസ് ചാനലാണ്, നിങ്ങൾക്ക് സോഴ്സ് കിട്ടാൻ പാടൊന്നും ഉണ്ടാവില്ല. നിങ്ങളിവിടെ എത്രയോ എന്താ പറയുക, നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളിലടക്കം ഒരു സോഴ്സ് കൊടുക്കാതെ കംപ്ലീറ്റ്ലി ബ്ലണ്ടർ അടിച്ചിരുന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഇതൊരു മേജർ ഇഷ്യൂ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സോഴ്സ് നിങ്ങൾക്ക് കിട്ടിയത് സെൻസർ ബോർഡിൽ നിന്ന് ഈ സാധനം ചോർന്നു പോകുന്നുണ്ടോ? ഒന്നില്ലെങ്കിൽ സെൻസർ ബോർഡിൽ നിന്ന് സാധനം ചോരണം. ഓക്കെ, അതായത് അതിൻ്റെ ക്രിയേറ്റേഴ്സ് പോലും ചിന്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചിന്തിച്ചിട്ട് അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ അത് എത്തിച്ചു കൊടുത്ത ആളുകളെ നിങ്ങൾക്ക് അറിയുമായിരിക്കണം, അല്ലെങ്കിൽ അത് എത്തുന്നത് അല്ലെങ്കിൽ എത്ര എത്തി എന്നുള്ളത് നിങ്ങളെ അറിയിച്ചിരിക്കണം. അവർ സോഴ്സ് പറയാൻ റെഡി അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മളിനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ തന്നെ കാരണം ഉണ്ടായത്, ക്രിസ്ത്യൻ സ്റ്റീഫൻ്റെ ഒരു ബൈറ്റ് കണ്ടു. പൃഥ്വി മൂഡ് ഓഫ് ആണ്, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. എക്സാക്ട്ലി അതായത് മുരളി ഗോപിൻ്റെ അടുത്തൊരു പണി നടക്കുന്നില്ല. മുരളി ഗോപിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റോ ബിസിനസ്സോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഹീസ് ഹാപ്പി വിത്ത് വാട്ട് ഹി ഹാവ് എന്നുള്ളൊരു മൂഡിൽ അങ്ങനെ പബ്ലിക്കായിട്ടും ഇപ്പോൾ വലിയൊരു എന്താ പറയുക, അങ്ങനെ പൃഥ്വിരാജിനുള്ള പോലത്തെ ഒരു സ്റ്റാർഡോ പരിപാടികളൊന്നുമില്ല. അയാളെ ഒതുക്കാനാണെങ്കിൽ അയാളെ ഒതുങ്ങി പോകാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് അയാൾ ചിലപ്പോൾ ഇവിടുന്ന് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു തമിഴിലോ അല്ലെങ്കിൽ വേറെ തെലുങ്കിലോ കന്നഡയിലൊക്കെ പോയിട്ട് അയാൾ കഥ എഴുതി അയാൾ കൊടുത്തിട്ട് പോകും. പൃഥ്വിരാജിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അത്യാവശ്യം എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അയാളെ നിങ്ങൾക്ക് ഒറ്റപ്പെടുത്താനും പേടിപ്പിക്കാനും വളരെ സുഖമാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾ ആളുകൾ ആരും ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ആർക്കും വേണ്ട. നിങ്ങൾ ഈ ഒളിച്ച് കിടത്തുന്ന ഒരുതരം സംഘപരിവാറിൻ്റെ അജണ്ടകൾ അത് എക്സ്പോസ് ആവുന്നുണ്ട് വളരെ ക്ലിയറായിട്ട്. ഓക്കെ, സിനിമ പോലും കാണാതെ 4-5 ദിവസം സിനിമയെക്കുറിച്ച് സംസാരിച്ച പൃഥ്വിരാജിനെ വെല്ലുവിളിച്ച ശ്രീജിത്ത് പണിക്കർ ഒരു സൈഡിൽ, സിനിമ ഇറങ്ങി സിനിമ വെട്ട്, അതായത് സിനിമയ്ക്ക് കത്രിക വീഴുന്നതിന് മുമ്പേ എത്ര എണ്ണം വീഴും, പൃഥ്വിരാജ് ആണോ വീഴ്ത്തുന്നത്, ഇതിൻ്റെ ടീമാണോ വീഴ്ത്തുന്നത് എന്നുള്ളതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ ജ്യോതിഷ പണ്ഡിത സുജയ. പിന്നെ മറുനാടൻ നോക്കണ്ട, ഇന്ന് രാവിലെ പൃഥ്വിരാജാണെങ്കിൽ ഉച്ചയ്ക്ക് മോഹൻലാലിൻ്റെ ലഫ്റ്റനൻറ്റ് കേണൽ പദവി,
വൈകുന്നേരം ക്രിസ്ത്യൻസിന് ഈ സിനിമ പൊള്ളി, ഇനി പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാക്കിയിട്ട് ഇനി മുല്ലപ്പെരിയാറും കൂടി മുമ്പ് കൊണ്ടുവരുള്ളൂ, അതും കൂടി ചിലപ്പോൾ കൊണ്ടുവന്നാണ്. ഇങ്ങനെ ഒരു പാറ്റേൺ ഇവർ സോഷ്യൽ മീഡിയയിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇട്ടതുകൊണ്ട് എന്നെ തെറി വിളിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ ശ്രീജിത്ത് പണിക്കർ അത്ര വലിയ ബുദ്ധിജീവി അല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ നക്കശികാന്തം തെറി വിളിക്കും എല്ലാവരും. എനിക്കറിയാം ഒരുപാട് പേരും എന്ന് പറയും. പക്ഷെ ഞാൻ ഫാക്റ്റാണ് പറയുന്നത്. ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ സിനിമ കാണുക എന്നുള്ളതാണ്. സിനിമ കാണാതെ സംസാരിക്കരുത്. കാരണം ആ സിനിമയ്ക്കകത്താണ് കോണ്ടൻറ്റ് ഇരിക്കുന്നത്. കണ്ടതിന് ശേഷം അതിൻ്റെ മേക്കറിനെ വെല്ലുവിളിക്കുക ആണ് മാന്യത. അതുപോലും ശ്രീജിത്ത് പണിക്കറിനെ പോലുള്ളവർ ചെയ്തിട്ടില്ല. സോ അവരാര് ഫീഡ് ചെയ്തു? സുജയെ ആര് ഫീഡ് ചെയ്തു? ശ്രീജിത്ത് പണിക്കരെ ആര് ഫീഡ് ചെയ്തു? മറുനാടനെ ആര് ഫീഡ് ചെയ്തു? അതിലുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം.